ഒരു സുഹൃത്തിൻ്റെ ചോദ്യം ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം നൽകപ്പെടുന്നില്ല. അങ്ങനെ ഭയങ്കര വിഷമം അദ്ദേഹത്തിന്. ഒരുപാട് ചോദിച്ചു. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ഒരുപാട് ചോദിച്ചിട്ട് നമുക്ക് നൽകപ്പെടാതിരിക്കുമ്പോൾ ദൈവം എന്താ എന്നോട് മാത്രം ഇങ്ങനെ, എന്നോട് മാത്രം എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇത്ര പ്രയാസം, എനിക്ക് മാത്രം എന്താ ഇത്ര ബുദ്ധിമുട്ട്, എന്നെ മാത്രം എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ എവിടെ പോലെ കുത്തുവാക്കുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നവരെ, എല്ലാ മനുഷ്യനും പ്രയാസമുണ്ട്. ഇപ്പോൾ വലിയ കോടീശ്വരനായ ബിസിനസ്സുകാരനോട് ഞാൻ വിളിച്ച് ചോദിച്ചാലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചാൽ ഓൻ പറയുന്നുണ്ട്. കാരണം അവിടെ സ്പെൻഡ് ചെയ്ത് പൈസ ഇവിടെ സ്പെൻഡ് ചെയ്ത്, അവിടെ ഒരു ബിൽഡിംഗ് എടുക്കാൻ കൊടുത്ത് ഇവിടെ കൊടുത്ത് സാമ്പത്തിക പ്രതിസന്ധി. അംബാനിയോട് ചോദിച്ചാൽ പോലും ചിലപ്പോൾ പറയും സാമ്പത്തികമായിട്ട് കുറച്ച് ഇപ്പോൾ ഡൗണിലാണെന്നില്ല. അപ്പോൾ അതേപോലെ എല്ലാ മനുഷ്യനും പ്രയാസമുണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകൾ പ്രയാസമുണ്ടല്ല, മറ്റെല്ലാവർക്കും പ്രയാസമുണ്ട് പറയുമ്പോൾ നമ്മൾ പ്രയാസം കുറയും. മനുഷ്യനാണോ ഒരു പ്രയാസം, ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പിന്നെ ഇഷ്യൂസും, ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ട ആവശ്യം കുടുംബത്തിലും സമൂഹത്തിലും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതേപോലെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു കുട്ടിയുടെ സംശയമാണ് ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചത്. അപ്പോൾ പ്രാർത്ഥനയുമായി പറയുമ്പോൾ മനസ്സിലാക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റായി നമ്മൾ മനസ്സിലാക്കണം. ഒന്നിക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഇപ്പം തന്നെ ഉത്തരം നൽകും, അല്ലെങ്കിൽ ഉടനെ ഉത്തരം നൽകും, അല്ലെങ്കിൽ ഒരുപാട് വൈകിട്ട് ഉത്തരങ്ങൾ നൽകും, അല്ലെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് ഉത്തരം നൽകപ്പെടും, നാളെ പൂർണ്ണമായി ഉത്തരം നൽകപ്പെടും. ഇപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ ചിന്തിക്കുക, കുട്ടി ചോദിക്കുന്ന ഒരു മാതാവിനോടോ പിതാവോടോ ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം കുട്ടി ചോദിക്കാണ്. കത്തി വേണം, കത്തി വേണം, മുറിക്കണം. നമ്മൾ കൊടുക്കില്ല. കാരണം നമുക്കറിയാം കൊടുത്ത കൈ മുറിക്കുന്നു, ചെറുതാണ് കുട്ടി. അല്ലെങ്കിൽ തീ വലിക്കാൻ പോകുന്നു, നമ്മൾ വിടുമോ? നമുക്കറിയാം പൊള്ളുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു ഫ്ലാസ്ക്, കുപ്പിൻ്റെ ഗ്ലാസ് വലിച്ചിടാൻ വേണ്ടി പോകുന്നു, കുപ്പിൻ്റെ ഫ്ലാസ്ക് വലിയ. അപ്പോൾ അത് നമ്മൾ വിടില്ല. കാരണം എന്താ, മാതാവിനും പിതാവിനും അറിയാം അത് വിട്ടാൽ നമുക്ക് പണിയാവും, അല്ലെങ്കിൽ കുട്ടീൻ്റെ കൈ മുറിയും, അല്ലെങ്കിൽ പൊളിയും, അല്ലെങ്കിൽ ഇതാവും. അപ്പോൾ അതേപോലെ ദൈവത്തിൻ്റെ അറിവ് പരിപൂർണ്ണമാണ്. ദൈവത്തിന് അറിയാം നീക്ക് എപ്പോൾ തരണം, എങ്ങനെ തരണം, നീ ഇപ്പോൾ തന്നാൽ എന്താവും, നീക്ക് തന്നില്ലെങ്കിൽ എന്താവും, തന്നില്ലെങ്കിൽ അവസ്ഥ എന്ത്, തന്നാലുള്ള അവസ്ഥ എന്ത്. ചില ആളുകൾ സമ്പത്ത് ചോദിക്കും, ഒരുപാട് കൊടുക്കില്ല സമ്പത്ത്. ദൈവം എന്താ, സമ്പത്ത് കൊടുത്താൽ വളരെ മോശമായി പോകും. അപ്പോൾ സമ്പത്ത് കൊടുക്കാതിരിക്കുക നല്ലത്. അപ്പോൾ ദൈവത്തിന് അതറിയാം. അതുപോലെ ചില ആളുകൾ പിന്നെ അങ്ങനെയെല്ലാം, ചില ആളുകൾക്ക് ആൺകുട്ടി, ചില ആളുകൾക്ക് പെൺകുട്ടി. അതെന്താ അങ്ങനെ, നമുക്ക് പെൺകുട്ടി അതിന് വേണ്ടത് ആൺകുട്ടി ജനിച്ച്, അങ്ങനെയല്ല. കിട്ടിയ ആൺകുട്ടിയിൽ പൂർണ്ണ സംതൃപ്തിയായി പൂർണ്ണ തൃപ്തിപ്പെട്ട് ജീവിക്കുക, കിട്ടിയ പെൺകുട്ടിയെ പൂർണ്ണ സമാധാനത്തോടെ സംതൃപ്തിയോടെ ജീവിക്കുക. അതേപോലെ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ പോലും സംതൃപ്തിയോടെ കൊടുക്കുക. പിന്നെ പ്രയാസമായി ഞങ്ങളിപ്പോൾ കൊടുത്തോല്ല, അങ്ങനെ മനസ്സമർത്തി കൊടുക്കുക. അങ്ങനെയല്ല നമ്മൾ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ ഒരു വാഹനം നമുക്ക് ആഗ്രഹമുണ്ട്, അത് എടുത്ത് നാളെ മറ്റന്നാൾ ആക്സിഡൻ്റ് ആകുന്നതിനേക്കാൾ വാഹനമില്ലാത്തല്ല. ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ലോൺ എടുക്കെടുത്ത് വലിയ വീട് കെട്ടിയിട്ട് താമസിക്കുമ്പോൾ ഒരു സ്വസ്ഥയും സമാധാനം ഇല്ലാതെ അവിടെ കടന്നുറങ്ങുന്നതിനേക്കാൾ നല്ല എന്താ, നല്ല സമാധാനത്തോടെ ചെറിയ വീട് കെട്ടി ഒരു പ്രയാസമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ സന്തോഷത്തോടെ കടന്നുറങ്ങും. ചില ആളുകൾ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നാറുണ്ട്. ചെറിയ ചാപ്പ വീടായിരിക്കും, പക്ഷേ സമാധാനമായിട്ട് ഉറക്കവും ഊണും ഭക്ഷണവും നല്ല സൗകര്യങ്ങളും ഭാര്യയോടും മക്കളോടൊപ്പം നാട്ടിലുള്ള ജീവിതമൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ ചെറിയ നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ